ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിഗ്നേച്ചർ ഫ്ലേവർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്തയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി 20 മിനിറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ചട്ടി ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ആകുന്ന ടൈമിൽ ഒരു 3/4 ടേബിൾ സ്പൂൺ ഒറിഗാനോ ആഡ് ചെയ്യണം. ഇതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യണം. ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ മീഡിയം സൈസിൽ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി 2 സെക്കൻഡ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് 1/2 കപ്പ് ഒനിയൻ കട്ട് ചെയ്തതും ആഡ് ചെയ്യണം. ഇതിലേക്ക് ആവശ്യമായ സാൾട്ടും ആഡ് ചെയ്ത് അതൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു വെജിറ്റബിൾ പാസ്ത ആയതുകൊണ്ട് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സ്വീറ്റ് കോൺസും ക്യാപ്സിക്കം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നല്ലോണം ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യണം. ഉപ്പ് കൂടരുത്, ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ടാൽ മതി. ഒരു 1/2 ടേബിൾ സ്പൂണ് പെപ്പർ ആഡ് ചെയ്യണം, കുരുമുളക് പൊടി ആഡ് ചെയ്യണം. 1 ടേബിൾ സ്പൂണ് മൈദയും ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ, ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ മിക്സ് ചെയ്യണം. ഈ വെജിറ്റബിൾസ് ഒരു 50% കുക്കായതിന് ശേഷം കുറച്ചായിട്ട് 200 ml മിൽക്ക് ആഡ് ചെയ്യണം. ഫുള്ളായിട്ട് ഒഴിക്കരുത്. ഞാൻ ഇതിൽ ടോട്ടൽ റെസിപ്പിക്കായിട്ട് 500 ml പാലാണ് എടുത്തിട്ടുള്ളത്. ഈ വെജിറ്റബിൾസൊക്കെ ഈ പാലിൽ കിടന്നിട്ട് തന്നെ കുക്കാകും. ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഒരു സ്റ്റൗവിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കണം. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് പാസ്ത കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി വെക്കണം. ഈ ടൈമിൽ വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഈ വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യാൻ 250 ml ഫ്രഷ് ക്രീമാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തത്. ഈ ഫ്രഷ് ക്രീം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. സിമ്മിലിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇപ്പം വെള്ളം ബോയിലായിട്ടുണ്ട്. ഇതിലേക്ക് 300 ഗ്രാം പാസ്തയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതൊന്ന് തിളച്ച് ഒരു 80% കുക്കാണ്. ഈ ടൈമിൽ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കണം. എന്നിട്ട് ഇത് വൈറ്റ് സോസിലേക്ക് ആഡ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലും ഉപ്പും ചേർക്കണം. ഇനി ഇതിൽ കിടന്നിട്ടാണ് ഇത് ബാക്കി വേവൊക്കെ നടക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 സ്ലൈസ് ചീസ് സ്പ്രെഡാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് സിമ്മിലിട്ട് മൂടി വെച്ച് വേവിക്കണത്. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ റെസിപ്പി ഈ പാസ്ത റെഡി ആയിട്ടുണ്ടാകും. ഇപ്പോൾ മൂടി തുറന്നാൽ നമുക്ക് നമ്മളെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കൺസിസ്റ്റൻസിയിലാണ് വന്നത്. നല്ല ക്രീമിനെസ് ഒക്കെ ഉണ്ട് ഇതിൽ, കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇതൊരു 3 മെമ്പേഴ്സിന് കഴിക്കാവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.